You are watching TV Next. നമസ്കാരം. ബിബിൻ നാടാർ നെയ്യാറ്റിങ്കര. അപ്പോൾ നമ്മുടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MLA സ്ഥാനാർത്ഥിയായിട്ട് നെയ്യാറ്റിങ്കര മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയാണ്. അതെ. എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു മത്സരത്തിന് ചേരാൻ അല്ലെങ്കിൽ ഒരു MLA ആവണമെന്ന് പെട്ടെന്നൊരു ആഗ്രഹം? കാരണം യുവജന പ്രതിഷേധമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്കിവിടെ യാതൊരു വികസനവും നടന്നിട്ടില്ല നെയ്യാറ്റിങ്കരയിൽ. നേരത്തെ എല്ലാം ഉണ്ടായിരുന്നു, അതിലെന്തൊക്കെയോ കുറച്ച് മാറ്റങ്ങൾ വരുത്തി എന്നല്ലാതെ പുതിയൊരു പദ്ധതി ഈ നെയ്യാറ്റിങ്കരയിൽ എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? പുതിയതായിട്ട് ഞാൻ ഇന്നത് കൊണ്ടുവന്നു, ഇത്ര പേർക്ക് ഇല്ലെങ്കിൽ 10,000 പേർക്ക് കുറഞ്ഞത് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു എന്തെങ്കിലും ഒരു വ്യവസായം കൊണ്ടുവന്നിട്ടുണ്ടോ നെയ്യാറ്റിങ്കരയിൽ? അപ്പോൾ എൻ്റെ ആവശ്യം ഇതാണ്, പുതിയ തലമുറയിലുള്ളവർക്ക് പുതിയ തൊഴിൽ സംവിധാനം വരണം. പിന്നെ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് നമ്മുടെ ഈ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാം, ഇല്ലേ? അതുപോലെ തന്നെ നമുക്ക് യുവാക്കൾക്ക് വേണ്ടിയിട്ട് പുതിയ 10 പേര് കൂടിയ അവർക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതി ഇടണം. അല്ലാതെ വെറുതെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിക്കാനോ ഒരാളുടെ വിവാഹ വിരുന്നിൽ പങ്കെടുക്കാനോ അല്ല ഒരു MLA ശ്രമിക്കേണ്ടത്. ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു നിയമനിർമ്മാണം നടത്തുക എന്നുള്ള ഒരൊറ്റ ദൗത്യമാണ് ഒരു MLA എന്നുള്ള നിലയിലുള്ളത്. പക്ഷെ ഇന്ന് അത് ചില മരണ വീടുകളിലും കല്യാണ വേദികളിലും ആയിട്ട് ഒരു MLAയുടെ സ്ഥാനം ഒതുങ്ങിപ്പോകുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതിഷേധം. ഇത് ശരിക്കും പറഞ്ഞ യുവാക്കൾ ഉണർന്നാൽ തീരാന്നുള്ള ഒരു പ്രശ്നമേ ഇവിടെ ഉള്ളൂ. ഈ കഴിഞ്ഞ 10 വർഷം നമുക്ക് എടുത്തു നോക്കാം, ഇവിടെ എത്ര പേർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷത്തെ പരാതികൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് ഇന്നും പലതും പരിഹരിക്കപ്പെടാതെ ചവറ്റുകുട്ടയിൽ കിടക്കുന്ന അവസ്ഥയാണ് നമ്മുടെ നെയ്യാറ്റിങ്കരയിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ലോജിസ്റ്റിക് പാർക്ക് കൊണ്ടുവരാം, ഇല്ലേ? ഇത് 10 വർഷമായിട്ട് എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? പലർക്കും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ സ്വകാര്യത, അതായത് ചിലപ്പോൾ പലരും പല രാഷ്ട്രീയ കക്ഷികളിലുള്ളതാണ്. ചിലപ്പോൾ അവരുടെ പഠിക്കാൻ പോകുമ്പോൾ അതുവഴിയായിരിക്കും അവരൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം കൊടുക്കുന്നത്. അപ്പോൾ പലരും പല രീതിയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വന്നു, അതിൻ്റെ കീഴിൽ ഒരു കേഡറ്റ്സ് ആയിട്ട് മാത്രമാണ് മാറുന്നത്, ചിന്തിക്കത്തില്ല. നമുക്ക് ആവശ്യം എന്താണ്? നമുക്ക് ഓരോ ദിവസവും വികസനമാണ് ആവശ്യം. തൊഴിൽ, വരുമാനം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, ഇതാണ് ഞാൻ പഠിച്ചിട്ടുള്ള വികസനം. അപ്പോൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ 10 വർഷത്തിൽ നമുക്ക് എന്ത് നേട്ടമാണ് ഈ രാഷ്ട്രീയ പാർട്ടി വഴി നമുക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ വോട്ടിടാൻ ചെല്ലാവൂ എന്നുള്ള ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. എനിക്ക് എത്രത്തോളം വോട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ജനങ്ങളാണ് അവർ തീരുമാനിക്കേണ്ടത്. MLA എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള ഒരു പ്രശ്നങ്ങൾ കണ്ടിട്ട് ആ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കി അത് നിയമസഭയിലെ ഒരു ചർച്ചാ വിഷയമാക്കി എടുക്കണം. അങ്ങനെയുള്ള MLA വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെയുള്ള നാട്ടുകാർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് എൻ്റേതായ പരിമിതികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം എൻ്റെ സ്വന്തം സാമ്പത്തികത്തിൽ നിന്ന് തന്നെയാണ് ഞാനിതെല്ലാം കണ്ടെത്തേണ്ടത്. പക്ഷേ പല രാഷ്ട്രീയ കക്ഷികൾക്കും അങ്ങനെയല്ല, എല്ലാവരും പണം കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇന്ന ആൾക്കാർ കുറവാണ്. പക്ഷേ ജനങ്ങൾ ഇനി അടുത്ത 5 വർഷത്തിൽ ഇത് ചിന്തിക്കും. അന്ന് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അന്ന് തിരഞ്ഞെടുക്കാത്തത് വളരെ അബദ്ധമായി പോയി എന്ന് അടുത്ത 5 വർഷത്തിൽ തീർച്ചയായിട്ടും ജനങ്ങളിത് ചിന്തിക്കും. അതെനിക്ക് ഉറപ്പുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.